ഹായ്, ഞാൻ അനന്തു. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് സെറോദയിൽ വന്ന പുതിയൊരു അപ്ഡേറ്റ് പരിചയപ്പെടാനാണ്. ഒരു സ്റ്റോക്ക് പർച്ചേസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ടെക്നിക്കലായിട്ടും ഫണ്ടമെന്റലായിട്ടും അനലൈസ് ചെയ്യും. സോ ടെക്നിക്കലായിട്ട് അനലൈസ് ചെയ്യുന്നത് ട്രേഡിംഗ് വ്യൂ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം ത്രൂ ആണ്. ഫണ്ടമെന്റലായിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്ക്രീനർ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ത്രൂ ആണ് ഫണ്ടമെന്റലായിട്ട് അനലൈസ് ചെയ്യുന്നത്. ആ ഒരു സ്ക്രീനറിന്റെ ആപ്ലിക്കേഷൻ ആണ് നമുക്കിപ്പം സെറോദയിൽ അവൈലബിൾ ആയിരിക്കുന്നത്. കമ്പനിയുടെ വാല്യുവേഷൻ അനുസരിച്ചാണ് സ്റ്റോക്കുകളെ ക്ലാസിഫൈ ചെയ്യുന്നത്. സ്റ്റോക്കുകൾ 3 രീതിയിലാണ് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത്: ബ്ലൂ ചിപ്പ് സ്റ്റോക്ക്, മിഡ് ക്യാപ് സ്റ്റോക്ക്, സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ബ്ലൂ ചിപ്പ് സ്റ്റോക്കിന്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വരുന്നത് 1 ലക്ഷം കോടിക്ക് മുകളിലാണ്. മിഡ് ക്യാപ് സ്റ്റോക്ക് ആകുമ്പോൾ 33,000-നും 1 ലക്ഷം കോടിക്കും ഉള്ളിലാണ് അതിന്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വരുന്നത്. 33,000 കോടിക്ക് താഴെ ഉള്ളതിനെല്ലാം നമ്മൾ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആയിട്ടാണ് നമ്മൾ വിലയിരുത്തുന്നത്. ഇതെല്ലാം പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന സെറോദയുടെ പുതിയൊരു അപ്ഡേഷൻ ആണ് സ്ക്രീനർ. നമുക്ക് സ്ക്രീനറിലേക്ക് പോയാലോ. ഇതാണ് സെറോദയിലെ ഡാഷ്ബോർഡ്. ഡാഷ്ബോർഡിന് തൊട്ടടുത്ത് കിടക്കുന്ന സ്ക്രീനർ ത്രൂ ആണ് നമ്മൾ സ്റ്റോക്കിനെ അനലൈസ് ചെയ്യുന്നത്. സ്റ്റോക്കിനെ അനലൈസ് ചെയ്യാൻ വേണ്ടി ഫിൽട്ടർ എന്ന് പറഞ്ഞ ഒരു ടൂൾ നമുക്ക് യൂസ് ചെയ്യാം. ഫിൽട്ടർ ടൂൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ലാർജ്, മിഡ്, സ്മോൾ ക്യാപ്പ് സ്റ്റോക്കിനെ നമുക്ക് പെട്ടെന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ലാർജ് ക്യാപിറ്റൽ സ്റ്റോക്കിനെ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് ഇവിടെ ജസ്റ്റ് ലാർജ് എന്ന് സെലക്ട് ചെയ്താൽ മതി. അതിനുശേഷം മിഡ് എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മിഡ് ക്യാപ്പ് സ്റ്റോക്കിനെ മൊത്തവും നമുക്ക് പെട്ടെന്ന് അനലൈസ് ചെയ്യാൻ പറ്റും. സ്മോൾ ക്യാപ്പ് സ്റ്റോക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്മോൾ ക്യാപ്പിന്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അടിസ്ഥാനത്തിലുള്ള സ്റ്റോക്കുകളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇത് ഇന്നത്തെ ദിവസം വന്ന ചേഞ്ചസ് ആണ്. ഇന്നത്തെ ദിവസം വന്ന ചേഞ്ചസിനെ നമുക്ക് അസെൻഡിങ് ഓർഡറിലും ഡിസെൻഡിങ് ഓർഡറിലും നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ചേഞ്ചസിനകത്ത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്താൽ തന്നെ നമുക്ക് ഡിസെൻഡിങ് ഓർഡർ കിട്ടും. അതിനുശേഷം ഒന്നുകൂടെ ടാപ്പ് ചെയ്താൽ അസെൻഡിങ് ഓർഡർ കിട്ടും. അതിനുശേഷം നമുക്ക് ലാസ്റ്റ് പ്രൈസ്, അതായത് ഇപ്പോൾ വ്യാപാരം നടത്തുന്ന പ്രൈസ് ആണ് ലാസ്റ്റ് പ്രൈസ്. ഓക്കെ, പിന്നീട് സെക്ടർ വൈസ് ആയിട്ട്, അതായത് ഈ ഒരു സ്റ്റോക്ക് ഏത് സെക്ടറിന്റെ അടിസ്ഥാനത്തിലുള്ളതാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. പിന്നെ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അറിയാൻ പറ്റും. പിന്നീട് പി റേഷ്യോ അറിയാൻ പറ്റും. പിന്നീടുള്ളതാണ് റിട്ടേൺ ഓൺ ഇക്വിറ്റി. ഇതെല്ലാം നമുക്ക് ഈ ഒരു ഒറ്റ സ്ക്രീനർ യൂസ് ചെയ്ത് തന്നെ പെട്ടെന്ന് അനലൈസ് ചെയ്യാൻ പറ്റും. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോൾ സ്റ്റോക്കിനെ ക്ലാസിഫൈ ചെയ്തത്. ഇനി നമുക്ക് സ്റ്റോക്കിനെ സെക്ടർ വൈസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ ആഡ് ഫിൽട്ടർ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് സെക്ടേഴ്സ് സെലക്ട് ചെയ്യുക, അപ്ലൈ കൊടുക്കുക. അപ്ലൈ കൊടുക്കുമ്പോൾ നമുക്ക് സെക്ടേഴ്സ് വൈസ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. വേണ്ടുന്ന സെക്ടേഴ്സ് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്താൽ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ നമുക്ക് പെട്ടെന്ന് അനലൈസ് ചെയ്യാം. ബാങ്കിങ് സെക്ടേഴ്സ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്യുന്നു. ബാങ്കിങ് സെക്ടേഴ്സ് സെലക്ട് ചെയ്താൽ ബാങ്കിങ് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ മാത്രമാണ് നമുക്ക് ഇവിടെ അറിയാൻ പറ്റുന്നത്. ഇതിൽ IDB ബാങ്ക് ഇന്നത്തെ ദിവസം വന്ന ചേഞ്ചസ് ആണ്. 2.04%, 86 രൂപയാണ്, ഓൾമോസ്റ്റ് 86 രൂപയാണ് ഇന്നത്തെ ദിവസത്തെ ലാസ്റ്റ് പ്രൈസ്. ബാങ്കിങ് സെക്ടേഴ്സിലുള്ള സ്റ്റോക്കുകളും അതിന്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനും പി റേഷ്യോയും റിട്ടേൺ ഓൺ ഇക്വിറ്റിയുമാണ് നമുക്ക് ഇത് ത്രൂ കാണാൻ പറ്റുന്നത്. ബാങ്കിങ് റിലേറ്റ് ചെയ്തുള്ള സ്റ്റോക്കുകൾ മാത്രം, അതായത് സെക്ടേഴ്സ് യൂസ് ചെയ്താൽ നമുക്ക് ആ സെക്ടേഴ്സിലുള്ള സ്റ്റോക്കുകൾ മാത്രം പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇതേപോലെ എല്ലാ സെക്ടേഴ്സും നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. ഏത് സെക്ടേഴ്സിലും, ഇപ്പം സിമെന്റ് സെക്ടേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സിമെന്റ് സെക്ടേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ മാത്രം കാണാം. അതിൽ ഇന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ നേട്ടം കൈവരിച്ച സ്റ്റോക്കും ഇന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ ലോസ് കൈവരിച്ച സ്റ്റോക്കും നമുക്ക് പെട്ടെന്ന് ഇവിടെ അനലൈസ് ചെയ്യാൻ പറ്റും. ഫിൽട്ടർ യൂസ് ചെയ്ത് സെക്ടേഴ്സ് വൈസും മാർക്കറ്റ് ക്യാപിറ്റലൈസേഷന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പം പറഞ്ഞത്. അടുത്ത നമുക്ക് പി റേഷ്യോയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് സ്റ്റോക്കിനെ ക്ലാസിഫൈ ചെയ്യാം. അതിന് നമ്മൾ എന്ത് ചെയ്യുക, ആഡ് ഫിൽറ്ററിനകത്ത് പി റേഷ്യോ സെലക്ട് ചെയ്യുക, അപ്ലൈ കൊടുക്കുക. പി റേഷ്യോ മീൻസ് പ്രൈസ് പെർ ഏർണിങ്സ് എന്നാണ് അർത്ഥം. പി റേഷ്യോ നമുക്ക് 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം: 0 to 50, 50 to 25, 25 to 40, 40+. അതിൽ നമുക്ക് 50 to 25യുടെ സ്റ്റോക്കുകൾ വേണമെങ്കിൽ അത് ജസ്റ്റ് സെലക്ട് ചെയ്താൽ പി റേഷ്യോ 15-നും 25-നും ഉള്ളിലുള്ള സ്റ്റോക്കുകൾ പെട്ടെന്ന് നമുക്ക് ഇവിടെ അനലൈസ് ചെയ്യാൻ പറ്റും. അടുത്തതായി നമുക്ക് പ്രീസെറ്റ് പരിചയപ്പെടാം. സ്ക്രീനറിന്റെ പ്രീസെറ്റ് സെലക്ട് ചെയ്യുക. ആ ടൈമിൽ നമുക്ക് ടോപ്പ് ഗെയിനേഴ്സ്, ടോപ്പ് ലൂസേഴ്സ്, ഹൈ വോളറ്റാലിറ്റി സ്റ്റോക്ക്, 52 വീക്ക് ഹൈ ബ്രേക്ക്ഔട്ട്, ഇതേപോലെ നമുക്ക് സ്റ്റോക്കുകൾ പെട്ടെന്ന് തന്നെ അനലൈസ് ചെയ്യാൻ പറ്റും. കൂടാതെ തന്നെ ഇത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഫസ്റ്റ് കോളത്തിൽ കാണണമെങ്കിൽ ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് ഫസ്റ്റ് കോളത്തിൽ പ്ലേസ് ചെയ്താൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നമുക്ക് ഫസ്റ്റ് തന്നെ കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇതിനകത്ത് വരുന്ന ചേഞ്ചസ്, ലാസ്റ്റ് പ്രൈസ്, റിട്ടേൺ ഓൺ ഇക്വിറ്റി, ഇത് എല്ലാം ഡ്രാഗ് ചെയ്ത് പ്ലേസ് ചെയ്യാൻ പറ്റും. ടെക്കം എന്ന് പറഞ്ഞ സ്റ്റോക്കിനകത്ത് ജസ്റ്റ് ഞാനൊന്ന് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇൻസ്ട്രുമെന്റ്, ഫണ്ടമെന്റൽസ്, പ്രൈസ് ആൻഡ് വോളിയം, ഗ്രോത്ത്, ഇതെല്ലാം പെട്ടെന്ന് തന്നെ അനലൈസ് ചെയ്യാം. കൂടാതെ 52 വീക്ക് ലോ, ഇന്നത്തെ ദിവസത്തെ ഓപ്പണിംഗ്, ലോ പ്രൈസ്, 52 വീക്ക് ഹൈയും ലോയും എല്ലാം ഇവിടെ പെട്ടെന്ന് തന്നെ അനലൈസ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് നമ്മൾ സ്റ്റോക്കിനകത്തൊന്ന് ടാപ്പ് ചെയ്താൽ പിന്നീട് നമുക്ക് ഇവിടെ മാർക്കറ്റ് ഡെപ്ത് അറിയാൻ പറ്റും. മാർക്കറ്റ് ഡെപ്തിനകത്ത് ആസ്ക് പ്രൈസും
ബിഡ് പ്രൈസും നമുക്ക് പെട്ടെന്ന് തന്നെ ഇവിടെ അനലൈസ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ലോവർ സർക്യൂട്ടും അപ്പർ സർക്യൂട്ടും പ്രൈസും നമുക്ക് പെട്ടെന്ന് തന്നെ ഇവിടെ മനസ്സിലാക്കാൻ പറ്റും. കൂടാതെ ക്രിയേറ്റ് GTT, ബൈ പ്രൈസ്, സെൽ പ്രൈസ്, ക്ലോസ് എന്ന് പറഞ്ഞൊരു 4 ഓപ്ഷൻസ് ഇവിടെ താഴെ ഉണ്ട്. GTT ഓർഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഓർഡറിന്റെ വാലിഡിറ്റി 1 വർഷം കാണും. സാധാരണ നമ്മളൊരു ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ വാലിഡിറ്റി അന്നത്തെ ദിവസം മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന ടൈം വരെ കാണൂ. പക്ഷേ GTT ഓർഡർ അങ്ങനല്ല. GTT ഓർഡറിന്റെ വാലിഡിറ്റി വരുന്നത് 1 വർഷമാണ്. നമ്മളൊരു ഓർഡർ ഇന്നത്തെ ദിവസം പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് മുതൽ 1 വർഷം വരെ അതിന് വാലിഡിറ്റി കാണും. GTT ഓർഡേഴ്സ് എങ്ങനെ പ്ലേസ് ചെയ്യാമെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. GTT ഓർഡേഴ്സിനകത്ത് ബൈയും സെല്ലും ഉണ്ട്. ബൈ ചെയ്യാനും GTT യൂസ് ചെയ്യാം. ബൈ ചെയ്ത സ്റ്റോക്ക് സെല്ല് ചെയ്യാനും GTT ഓർഡർ യൂസ് ചെയ്യാം. ബൈ ഓർഡറിനകത്ത് നമുക്ക് ടിഗർ പ്രൈസ് ഉണ്ട്, ലിമിറ്റ് പ്രൈസ് ഉണ്ട്. എന്താണോ നമ്മൾ ബൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രൈസ് അല്ലെങ്കിൽ ബൈയിങ് പ്രൈസ് എന്താണോ അതിനകത്ത് ടിഗർ പ്രൈസ് കൊടുക്കുക. ആ സെയിം പ്രൈസ് തന്നെ ലിമിറ്റ് പ്രൈസ് കൊടുക്കുക. നമുക്ക് വേണ്ടുന്ന ക്വാണ്ടിറ്റി എന്താണോ ആ ക്വാണ്ടിറ്റി കൊടുത്തിട്ട് പ്ലേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ, ലിമിറ്റ് പ്രൈസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഓർഡർ ഇവിടെ എക്സിക്യൂട്ട് ആകും. അതിന്റെ വാലിഡിറ്റി വരുന്നത് അടുത്ത വർഷം 2027 ജൂലൈ വരെയാണ് നമ്മുടെ വാലിഡിറ്റി വരുന്നത്. അതായത് 1 വർഷം വാലിഡിറ്റി ഉള്ള ഓർഡറാണ് GTT ഓർഡർ. കൂടാതെ ബൈ ചെയ്ത സ്റ്റോക്ക് സെല്ല് ചെയ്യാൻ വേണ്ടിയും നമുക്ക് GTT ഓർഡർ യൂസ് ചെയ്യാം. ആ ടൈമിൽ നമുക്ക് സിംഗിൾ ആൻഡ് OCO എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. OCO എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ ക്യാൻസൽ അതർ എന്നാണ് പറയുന്നത്. കൂടാതെ GTTക്കകത്ത് വന്ന പുതിയൊരു അപ്ഡേഷനാണ് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ്. ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സ്റ്റോക്ക് ബൈ ചെയ്തതിന് ശേഷം ആ സ്റ്റോക്കിൻ്റെ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്യാൻ വേണ്ടിയാണ് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. OCO സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോപ്പ് ലോസും ടാർഗറ്റും ഒരേപോലെ തന്നെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. OCO മീൻസ് വൺ ക്യാൻസൽ അതർ. ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ടത് സെറോദയിലെ പുതിയൊരു അപ്ഡേഷൻ ആണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതേപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.